നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളായിരിക്കും, മേ ബി അത്ലറ്റ് ആയിരിക്കാം. അപ്പോൾ ഇവർക്ക് വൺസ് പേസ് മേക്കർ നമ്മൾ ബോഡിയിൽ വെച്ച ശേഷം പിന്നീട് ഇവർക്ക് ആ നോർമൽ ആ ഒരു ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ, സാധ്യമാണോ? നമ്മൾ പേസ് മേക്കർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അദ്ദേഹത്തെ നോർമൽ ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ്. ഹൃദയമിടിപ്പ് കൂട്ടാൻ അധികം മരുന്നുകളില്ല. അതുകൊണ്ടാണ് നമുക്ക് പേസ് മേക്കർ എന്ന് പറഞ്ഞൊരു ഉപകരണം വെക്കേണ്ടി വരുന്നത്. പക്ഷേ അത് വെച്ചു എന്ന് വിചാരിച്ച് അതോടെ ലൈഫ് പ്രശ്നമായി എന്നുള്ളതല്ല. പേസ് മേക്കർ വെച്ച ഒരാൾക്ക് നോർമൽ ലൈഫ് ഡെഫിനറ്റ്ലി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇപ്പം മേലത്തറയിൽ ഒരു പേസ് മേക്കർ വെച്ചു എന്ന് വിചാരിച്ചോ താഴത്തറയിൽ ഒരു പേസ് മേക്കർ വെച്ച് ഹൃദയമിടിപ്പ് കുറഞ്ഞു വന്ന സാഹചര്യത്തിൽ വെച്ചു എന്ന് വിചാരിച്ചോ ഒരു പ്രശ്നം വരത്തില്ല. ഇപ്പോൾ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ പുതിയ പേസ് മേക്കറുകളിൽ മൂവ്മെൻറ്റും നമ്മുടെ റെസ്പിറേഷനും നമ്മുടെ ശ്വാസോച്ഛ്വാസവും എല്ലാം കറക്റ്റ് ഈ സെൻസ് ചെയ്തിട്ട് തനിയെ ഹൃദയമിടിപ്പ് കൂട്ടാൻ ശേഷിയുള്ള പേസ് മേക്കറുകളാണ് പുതിയതെല്ലാം. റേറ്റ് റെസ്പോൺസീവ് എന്നൊക്കെ പറയും. അപ്പോൾ എക്സസൈസ് ചെയ്യുന്നതിനനുസരിച്ച് ഹാർട്ട് ബീറ്റ് കൂട്ടാനുള്ള ശേഷിയും പേസ് മേക്കറിനുണ്ട്. അപ്പോൾ ഒരു 50-60 റേറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്താലും നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഇത് ഹാർട്ട് റേറ്റ് കൂട്ടാനുള്ള ശേഷി 130-150 മെഷീൻ തന്നെ ആക്കിക്കോളും. അപ്പോൾ ഒരു അത്ലറ്റിക് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നതിന് സാധാരണ ഇതിലൊരു പ്രശ്നവും ഇല്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും ഇനി പ്രോബ്ലം ഉള്ള ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സബ്സെറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ സാധാരണ പേസ് മേക്കറുകളല്ല, ICD പറഞ്ഞല്ലോ, താളം തെറ്റി ഇടിക്കുന്ന അസുഖമുള്ളവർ. ഇനി CRT പറഞ്ഞല്ലോ, ഹാർട്ടിൻ്റെ പമ്പിങ് കുറവുള്ളവർ, പമ്പിങ് കൂട്ടാനാണ്. അവർക്ക് നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാമെന്നല്ല പറയുന്നത്. അത് അവരുടെ കണ്ടീഷൻ അനുസരിച്ച് ഡോക്ടറോട് നോക്കിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. സാധാരണ ഹൃദയമിടിപ്പ് കുറയുന്ന പേസ് മേക്കറുകൾക്ക് അവർക്ക് നോർമൽ ആക്ടിവിറ്റീസിലോട്ട് ഡെഫിനറ്റ്ലി പോകാൻ പറ്റും. അവർക്കൊരു നോർമൽ ലൈഫിൽ ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും.